തന്നെ ഒരുക്കാനാണ് ഞാൻ ഏർപ്പാട് ചെയ്യുന്നത്. വാട്ട് യു സേ? ദാറ്റ് ഇസ് ബെറ്റർ. നാം എത്ര പേ ചെയ്യാമെന്ന് പറഞ്ഞാലും ഹോട്ടലുകാരുണ്ടാക്കി സപ്ലൈ ചെയ്താൽ അവരുടെ സ്ഥിരം സ്റ്റാൻഡേർഡ് തന്നെ. സൗകര്യമില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ സിസ്റ്ററുടെ മാരേജിന് റാവുവിനോട് പറഞ്ഞ് ഹോട്ടലിൽ അറേഞ്ച് ചെയ്തത്. പെർഫെക്റ്റ് 10 ഉറുപ്പിക. എന്നിട്ടോ ആർക്കും ഇഷ്ടപ്പെട്ടതുമില്ല. ഡോക്ടർ രാജ, ഒന്നിനും വിഷമമുണ്ടാവരുത്. ഹിയർ ഓൾ ഹിയർ. എന്ത് അറേഞ്ച്മെന്റ് വേണമെന്ന് പറഞ്ഞാൽ മതി. ഏത് റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ എടുത്തോളാം. ഒക്കെയായി. വരണ്ട പാർട്ടിക്ക് ഒരു ഫ്ലോർ മുഴുവനും ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 2-3 ആൾക്കാരെ അവിടെ നിർത്തും. പൂവും മാലയും ബൊക്കെയൊക്കെ രാത്രി കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. കോയമ്പത്തൂർ നമുക്കാണോ? വേണമെങ്കിൽ പറയാം. കോയമ്പത്തൂരിൽ നിന്ന് തന്നെ നമ്മുടെ ചന്ദ്രശേഖരനാണ് ഏറ്റിട്ടുള്ളത്. ഹിംസെൽഫ് ഈസ് ബ്രിങ്ങിങ് ഇറ്റ്. ഈ നാഗസ്വര ഏർപ്പാട് വേണ്ടിയിരുന്നില്ല തമ്പുരാൻ. അതൊരു പഴയ രീതിയല്ലേ? ഫ്രാൻസിസിന് എന്നെ അറിയാൻ പാടില്ല. പല കാര്യങ്ങളിലും ഞാൻ പഴയ രീതിക്കാരനാ. ഒന്ന് വേഗം ആട്ടാ പരമു. ഒന്ന് വേഗം ആട്ടെ. എന്താ ശങ്കര? സമ്മാനങ്ങളാന്ന് തോന്നുന്നു. നേരിട്ട് കൊണ്ടുവന്നാ വാങ്ങില്ലാച്ച് പണിക്കാരുടെ കൊടുത്തേക്കാ. നോ പ്രസൻസ് പ്ലീസ്, നോ പ്രസൻസ് പ്ലീസ് എന്ന് പറയാനുള്ളവരോടെല്ലാം പറഞ്ഞു. ഇൻവിറ്റേഷൻ കാർഡിൽ അടിക്കുക എന്നുള്ളത് ഒരു വകയാണെന്ന് അറിയാം. എന്നിട്ടും അടിച്ചു. ഒരു രക്ഷയില്ല. ഈ ഒരു അവസരമല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് 5 എണ്ണത്തിന് അയക്കാനുണ്ട്. ഒറ്റ പോലുള്ള ആർക്കും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആയുള്ള പക്ഷം. നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ്. ശങ്കര, അരിവെപ്പുകാരുടെ കാര്യം? വരും 3 ആള്. 1 ഏടും 2 അസിസ്റ്റന്റുമാരും. മോളെവിടെ? കോളേജ് ഫ്രണ്ട്സ് ആരോ അകത്തുണ്ട്. വിളിപ്പിക്കാം. ശങ്കര, ചെറിയമ്മയോട് പറയൂ ശ്യാമളെ ഒന്നിങ്ങോട്ട് അയക്കാൻ. ഇവരൊക്കെ ഇവിടെ നിന്ന് സംസാരിക്കട്ടെ. നമുക്ക് അകത്തേക്ക് കിടക്കാം. Come on, have a drink. ഇപ്പോൾ തന്നെ വേണോ തമ്പുരാൻ? പഴഞ്ചൊല്ലുകളൊക്കെ മാറിയിരിക്കുന്നു. എനി ടൈം ഈസ് കോക്ടെയിൽ ടൈം. അതാണിപ്പോ. സോ come on. Thank you. So cheers. All the best. All the best. Cheers. കല്യാണ തിരക്ക് കഴിഞ്ഞ് നമുക്ക് വിസ്തരിച്ചൊന്ന് ആഘോഷിക്കണം തമ്പുരാൻ. അത് എന്റെ വീട്ടിൽ വെച്ച് തന്നെ ആകാം. ഇരിക്കൂ. ഇതൊന്ന് ഭംഗിയായിട്ട് നടത്തി അവളെ അയക്കുന്നത് വരെ എനിക്ക് ടെൻഷനാണ്. സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. തമ്പുരാൻ എപ്പോഴും ടെൻഷനാണ്. പുറത്ത് കാണില്ല. വളരെ ക്ലോസ് ആയിട്ടുള്ളവർക്കേ രഹസ്യം അറിയും. ടേക്ക് ഇറ്റ് ഈസി. വി ആർ ഓൾ ഹിയർ. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇല്ലേ? എന്റെ വലിയ കാറും ഡ്രൈവറും വൈകിട്ട് ഇവിടെ വരും. തിരക്കൊഴിയുന്നവരെ ഇവിടെ കിടക്കട്ടെ. ചില്ലറ ജോലിയൊക്കെ ഡ്രൈവറെ ഏൽപ്പിച്ചാൽ അവൻ കറക്റ്റ് ആയിട്ട് ചെയ്തോളൂ. ഡേ ഓർ നൈറ്റ് എന്ത് കാര്യം റിങ് ചെയ്തോളൂ. വരന്റെ പാർട്ടിയുടെ ചാർജ് ഞാൻ വേണം എടുത്തോളാം. അത് നിങ്ങളിൽ ഒരാളാകുന്നത് കൊള്ളാം. എനിക്ക് അവിടെയും ഓടിയെത്താതെ കഴിയാമല്ലോ. എന്റെ മിസ്സിസ് ഇവിടെ ഒന്നുള്ളൂ. ഷി വിൽ ഷിഫ്റ്റ് ടുമാറോ. സ്ത്രീകളില്ലാത്ത പ്രോബ്ലം. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ചെറിയമ്മ വന്നിട്ടുണ്ട് സഹായത്തിന്. പ്രായമായി. എന്നാലും അകത്തെ കുറെ കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കോളും. ഫോൺ പേര് ചോദിച്ചു വയ്ക്കൂ. തിരക്കാണ്. പിന്നീട് വിളിക്കാമെന്ന് പറയൂ. ട്രങ്കോളാണ്. എവിടുന്നാ? Excuse me. Carry on. Help yourself. ആരാ? ആരാ ശങ്കര? ആരാന്ന്? നമ്മൾ പേടിച്ച പോലെ തന്നെ. അതെ. രാജാ ഹിയർ. എനിക്കല്പം തിരക്കാണ്. ആലോചിച്ചാൽ അറിഞ്ഞുകൂടെ? ഒരപേക്ഷ. എന്നെ ശല്യപ്പെടുത്തരുത്. ദയവേദി ഇതൊന്ന് കഴിയുന്നവരെ എന്നെ ശല്യപ്പെടുത്തരുത്. ശരി, ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്റെ ശവത്തിൽ കയറി നിന്ന് അട്ടഹസിച്ചോളൂ. പക്ഷെ ഇതൊന്ന് കഴിയുന്നത് വരെയും
പ്ലീസ്, അരുത്, അരുത്. ലിസൺ, ഐ റിക്വസ്റ്റ് യു. അച്ഛാ, മാലിന്യം രമയും പോകുന്നു. നിങ്ങൾ എല്ലാവരും നേരത്തെ വരണം. അച്ഛനെവിടെ? കല്യാണത്തിന് വരും. ഓൺ ഡ്യൂട്ടി പറ്റിയില്ലെങ്കിൽ ലീവ് എടുത്തെങ്കിലും വരുമെന്ന് എഴുതിയിട്ടുണ്ട്. ഗുഡ്. വെറുതെ ഒന്ന് അറ്റൻഡൻസ് ഒന്ന് പോയാൽ പോരാ. കഴിയുന്നത് വരെ നിങ്ങളെല്ലാം ശ്യാമളയ്ക്കൊരു കമ്പനിയായി കൂടെ വേണം. വാട്ട്സ് റോങ് വിത്ത് യു? നത്തിങ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. എന്റെ കക്ഷി വെച്ചോട് കാത്തിരിക്കും. പിന്നെ തമ്പുരാൻ എപ്പോ വേണേലും വിളിക്കണം. നോ ഫോർമാലിറ്റി. ഐ നോ. കുറെ ഫ്രണ്ട്സ് ഉള്ളതാണ് എന്റെ ആകെ ആശ്വാസം. ബൈ ബൈ. ഓക്കെ, ബൈ ബൈ. റങ്കാള വന്ന വിവരം ശ്യാമളെ അറിയണ്ട. കുട്ടി ഫോൺ എടുക്കേണ്ടതായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ അവിടെ ചെന്ന് പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനിയിപ്പോ എന്റെ ഭയം ഇതിന്റെ ഇടയ്ക്കെങ്ങാൻ വന്ന് ചാടുമെന്ന. അപ്പൊ പിന്നെ എന്താ ഭഗവാനെ ചെയ്യാ? താൻ ആ ഫോൺ എക്സ്റ്റൻഷനിലാക്കൂ. ആ, ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അതിനിടയ്ക്ക് ആരെങ്കിലും വന്നാൽ താഴെ ഇരുത്തിക്കൊള്ളൂ. ഓ. Rohini, listen to me. You have done enough damage to me. I have forgotten the whole thing. I don't want a scandal now. Will you, for God's sake, keep away? Keep away. For God's sake, keep away. Hello? Yes? No response? ഓപ്പറേറ്റർ, ഈ നമ്പറുമായി ഞാൻ കുറച്ചു നേരത്തെ സംസാരിച്ചതാണ്. അതെ, ഞാൻ സംസാരിച്ചതാണ്. നോ റെസ്പോൺസ്. വീട്ടിലെ ഫോണിൽ നിന്ന് മറുപടിയില്ല. അകത്ത് മണിയടിച്ചെന്ന് തോന്നി. തുറന്നു നോക്കണോ? വേണ്ട. തമ്പുരാട്ടി എന്നാ വരിക? ഞാൻ എഴുതാം. നീ വീട്ടിൽ പൊയ്ക്കോ. ആരെങ്കിലും വന്നാൽ എന്താ പറയേണ്ടത്? ആരും വരില്ല.
മാഡം എവിടേക്കാ മാഡം? കുറച്ച് ദൂരം വരെ. മാഡം ഇക്കൊരു എക്സാമിനർ ആണോ? അല്ല, എന്റെ സെക്കൻഡ് പേപ്പർ കുറച്ച് മോശമായിരുന്നു. അന്ന് തീരെ സുഖം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എങ്ങോട്ടാ? ഒരു കസിൻ ഈ ട്രെയിനിൽ പോണുണ്ട്. യാത്ര അയക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ വരട്ടെ മാഡം. ഒന്നും പറഞ്ഞില്ലേ? മൈനർ പോയം സൈഡ് എനിക്കൊരു വസ്തു മനസ്സിലാവാത്തത്. ബൈഹാട്ട് പഠിച്ച തലേ നിൽക്കണ്ടേ? പുതിയ മാസം ഒന്നും ഫസ്റ്റ് ക്ലാസ്സിൽ വെറുതെ പറയായിരിക്കും ഫസ്റ്റ് ക്ലാസ് ആണെന്നൊക്കെ. ട്യൂട്ടോറിയൽ പഠിപ്പിക്കാൻ വരുമോ? ആ, ഇംഗ്ലീഷ് ക്ലാസ്സിൽ പഠിക്കാൻ ബഹുരസമാണ്. മാഡത്തിന്റെ ലെക്ചർ കേട്ടാ വീട്ടിൽ പോയി ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നീ എന്നാ ഫിസിക്സിലൊക്കെ വരാതിരുന്നത്? ആ ക്ലാസ് ബോറാണ്. ഇംഗ്ലീഷ് ക്ലാസ്സിന് ഞാൻ ഒന്നും ഹാജരാണ്. അയ്യോ, ലൈബ്രറിയിൽ പുസ്തകം കൊടുക്കാൻ മറന്നുപോയി. പ്രാക്ടിക്കൽ ക്ലാസ്സിലെ മാനവിക്ക് എപ്പോഴും ഡൗട്ട് തീർക്കാൻ എപ്പോഴും ഒരാളാ. കുട്ടിയുടെ ലൈബ്രറി പോക്ക് ഞങ്ങൾക്കൊക്കെ അറിയാം. ലൈബ്രറി പോയിരുന്ന് വായിക്കുന്നവരുടെ കണ്ണ് പുസ്തകത്തിലാ സാധാരണ. അതും വിളയേണ്ട കുട്ടി. പ്രാക്ടിക്കൽ ബുക്ക് എക്സ്ചേഞ്ച് ചെയ്യുമ്പോ വേറെ വല്ലത് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. എക്സ്ചേഞ്ച് ചെയ്യുന്ന വസ്തുവിന്റെ പേര് ഹൃദയം. തിയറി കഴിഞ്ഞ് ഇപ്പൊ പ്രാക്ടിക്കൽ എത്തിയോ? ലൈബ്രറിയിലെ റൊമാൻസിനെ പറ്റി എല്ലാവർക്കും അറിയാം. രോഹിണി കൂടി കണ്ടിട്ടുണ്ടാവും ഇല്ല രോഹിണി? ഞാനും രോഹിണിയും കൂടി ഇരുന്നാ വായിക്കാറ്. രോഹിണിയുടെ മുമ്പിൽ പുസ്തകം വന്നാൽ പിന്നെ എല്ലാം മറക്കും. ഫ്ലട്ടിങ്ങിന്റെ പുറത്ത് എന്തെല്ലാം നിങ്ങൾ ചെയ്താൽ കൂടി രോഹിണി കാണില്ല. ലൈബ്രറിയിൽ മെൻ സ്റ്റുഡൻസ് ഉള്ളപ്പോൾ ലേഡീസ് കോറിന് നിയമമൊന്നും ഇല്ലല്ലോ. അതൊന്നുമില്ല. രോഹിണി വരുന്നു ടെന്നീസ് മാച്ചിന്? ഞാനില്ല. ജയകൃഷ്ണനാണ് കളിക്കുന്നത്. അതാണ് ചിലർക്ക് ഇപ്പോൾ വലിയ ടെന്നീസ് കമ്പം. അയ്യോ കുട്ടി, എന്തബദ്ധമാണ് ഈ കാണിക്കുന്നത്? മുഖം തിരിച്ച് സംസാരിക്കുന്ന നേരത്ത് ഹീറോ സൈക്കിളിലെങ്ങാനും പോയെങ്കിലോ? വാട്ട് എ ട്രാജഡി. എനിക്ക് റോഡിലേക്ക് നോക്കി നിൽക്കുന്ന ഇഷ്ടമാണ്. എപ്പോഴും അല്ല കേട്ടോ രോഹിണി. ബിറ്റ്വീൻ 4:30 and 5 ഗ്രിഗറിപ്പക് സൈക്കിളിൽ ഒരു അഭ്യാസം കാട്ടി ഒന്ന് ചിരിച്ചു പോയി കഴിഞ്ഞാൽ റോഡിന്റെ ഭംഗിയൊക്കെ പോയി. നഗരം നിഷ്പ്രഭം, തെരുവ് ശൂന്യം. ഇതൊക്കെ ഒരു തമാശയല്ലേ? കോളേജ് റൊമാൻസിൽ 5% മാരേജിൽ എത്തില്ലെന്ന് ഞാൻ അതൊരു മാഗസീനിൽ വായിച്ചു. മാത്സിൽ മോശമാണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ സ്റ്റോക്ക് ഉണ്ടല്ലോ. ആ രോഹിണി, വെറുതെ ഗ്രൗണ്ടിൽ പോന്നേ. വരൂ. എനിക്ക് സ്പോർട്സിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല രാധേ. കുട്ടിക്ക് എന്തിലാ അതിന് ഇൻട്രസ്റ്റ്? കളർലെസ്, ഓർഡർലെസ്, ടേസ്റ്റ്ലെസ്. ചിലപ്പോൾ നമുക്കറിയില്ലല്ലോ, നാട്ടിലുണ്ടാവും വല്ലതും. ഹൂ നോസ്? ഹലി കാറ്റ്, സൈലന്റ് കാറ്റ്, മിണ്ടാപ്പൂച്ച, തലമുടയ്ക്ക്. അയ്യോ, when all the world is young lad and all the trees are green and every goose a swan lad and every lass a queen. Oh, തുടങ്ങി നിന്റെ ഷേക്സ്പിയർ. ഇത് ഷേക്സ്പിയർ അല്ല, കിങ്സ്ലി. കെ മാലിൽ എന്നാലും ഞങ്ങൾ സ്പാർട്ടാക്കസിന് പോയി വരുമ്പോ എന്താ പറഞ്ഞെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞോട് പറയണ്ട, എന്നെ കൊല്ലാൻ വരും. എന്താ പറഞ്ഞത്?
രോഹിണി ഫ്രിജിഡാണെന്ന്. ഫ്രിജിഡ് എന്നാൽ ഡിക്ഷണറി നോക്കൂ. ലിറ്ററേച്ചർ MA പഠിക്കുന്ന ആളല്ലേ? കേമാലിനെ പറഞ്ഞത്, ഞാനല്ല. ഞങ്ങൾ 5-6 പേർ ഉള്ളപ്പോഴാ പറഞ്ഞത്. ആ സാരമില്ല, പറഞ്ഞോട്ടെ. പുറത്ത് പറഞ്ഞില്ലെങ്കിലും മാരേജിനെ പറ്റിയും ഫ്യൂച്ചർ ഹസ്ബൻഡിനെ പറ്റിയും ചില വിചാരമൊക്കെ ഉണ്ടാവും ആർക്കായാലും, ഇല്ലേ? ഇല്ല കുട്ടി? ആ, ഒക്കെ അതാത് കാലത്ത് വരും. നമുക്കറിയില്ലല്ലോ ഭാവി. വി ഡാൻസ് അറൌണ്ട് ഇൻ സർക്കിൾസ് ആൻഡ് സപ്പോസ് ദ തിങ് റിമൈൻ ഇൻ ദ മിഡിൽ ആൻഡ് നോസ്. തുടങ്ങി വീണ്ടും കിങ്സ്ലി. ഇത് കിങ്സ്ലി അല്ല, റോബർട്ട് ഫ്രോസ്റ്റ്. നീ വേഗം പൊയ്ക്കോ, അപ്പൊ പോയിട്ട് ജയിപ്പിക്കണ്ടേ? അമ്മ നിനക്ക് സ്ഥലമില്ലേ? വണ്ടി ഇപ്പൊ വിടും. നീ പോയി കയറിക്കോ. പൂട്ടി നിനക്ക് കുടിക്കാൻ പറ്റുന്നോ? നീ പോയി കയറിക്കോ. എന്റെ മോനാ, മോന്റെ കല്യാണമായിരുന്നു. ഇതാ പെണ്ണ്. മോളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോവാ. മോന് കമ്പി വളയ്ക്കലാ പണി. 27 വയസ്സായി, ഇവക്ക് 19. നിങ്ങൾ എങ്ങോട്ടാ? കുറച്ചു ദൂരെ. കുട്ടികളും മക്കളും ഒക്കെ ഇല്ലേ? ഓറച്ഛന് കച്ചോറാ, ചകിരിയും ചിരട്ടെ. ചെക്കൻ തിരക്ക് കൂട്ടിട്ട് മുറുക്കാൻ വാങ്ങിയിട്ടില്ല. വാ മരവിച്ചിട്ട് വയ്യ. എന്താൾക്ക് മുറുക്കുണ്ടോ? ഇല്ലല്ലോ.